ഈ പഞ്ചായത്ത് സമ്മേളനം ഇത്ര മനോഹരമായി സംഘടിപ്പിക്കാൻ ചീക്കോടിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതറിയാം. ഈ ചീക്കോട് ആർക്കും തകർക്കാൻ കഴിയില്ല. ചില ആളുകളൊക്കെ ചെറിയ മോഹങ്ങളൊക്കെ ആക്കി നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടൊരു സമ്മേളനമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മകള് ഒരു ED കേസിൽ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയും മകളും അതേപോലെ തന്നെ ഭാര്യയും മകളുടെ കുട്ടിയും എല്ലാമായിട്ട് വിഴിഞ്ഞത്ത് പോയിട്ട് ഒരു യോഗത്തിന് ഇരിക്കുക. അങ്ങനത്തെ ഒരു യോഗത്തിന് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബപരമായിട്ട് പോയി ഔദ്യോഗികമായിട്ടുള്ള യോഗത്തിന് ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ഈ പറയുന്ന കേസുകൾ എന്നല്ല പറയുന്നത് അവരെ സംബന്ധിച്ച് ഒന്നുമല്ല എന്നുള്ളത്. അതായത് ഒരു അന്തർധാര ഇവർ തമ്മിലുണ്ട് എന്നുള്ളത്, വളരെ വ്യക്തമായിട്ടുള്ളൊരു അന്തർധാര ഉണ്ടെന്നുള്ളത്. എന്തിനാണ് ജാതി സെൻസസ്? 931 ഇന്ത്യയിൽ ജാതി സെൻസസ് നടന്നത്. ആ സെൻസസ് നടക്കുമെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിലെ തന്ത്രമായിട്ടാണെങ്കിൽ പോലും പറയേണ്ടി വന്നിരിക്കുന്നു BJPക്ക്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഇന്ത്യയിലെ RSSന്റെ നട്ടല്ലൊടിക്കുന്ന ഒരു സർവേയാണത്. ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ വലിച്ചു കയറ്റാൻ പറ്റിയ മൂക്കൊന്നും ഒരു അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ മണ്ണാണ്. ഞങ്ങൾ കൂടി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് രാജ്യം അനുഭവിക്കുന്നത്. ഞങ്ങളുടെ അവകാശമല്ലേ ഇത്?